അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാർബിൾ കേക്ക് അല്ലെങ്കിൽ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്ക്വയർ കേക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ വെള്ളം നന്നായിട്ട് നമുക്ക് തുടച്ച് ഡ്രൈ ആക്കി എടുക്കണം. ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒരു 5 മുട്ടയോളം എടുക്കണം. 5 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് അതിൻ്റെ വൈറ്റ് ഭാഗവും യെല്ലോ ഭാഗവും സെപ്പറേറ്റ് ചെയ്യണം. നമ്മളിനി ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റോളം നമുക്ക് പുറത്ത് വെച്ച് തണുപ്പ് വിട്ടതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊന്നും കൂടെ നന്നായിരിക്കും. ഇനി നമുക്ക് മുട്ടയുടെ 2 ഭാഗം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. 5 മുട്ട ഞാനിതുപോലെ മാറ്റി വയ്ക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വൈറ്റ് ഭാഗം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പകുതി ബീറ്റായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 200 ml ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് 200 ml അളവ് കപ്പ് ഇല്ലെങ്കിൽ 200 ml വാട്ടർ ബോട്ടിലിനകത്തുള്ള വെള്ളം എന്ത് ചെയ്യാം, ഒരു കപ്പിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ ഒരു മെഷർമെൻറ്റിന് തന്നെ മൈദയും മുട്ടയും എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് ബീറ്റായി പകുതി ബീറ്റായിട്ടുണ്ട്. വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മഞ്ഞ ഭാഗം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും കൂടെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യം ഒന്ന് ബീറ്റായി വന്നതിന് ശേഷം ഇതിലേക്കൊരു 5-6 ഏലക്ക നന്നായി പൊടിച്ചതും ഒരു 1/4 ടീസ്പൂണോളം എന്ത് ചെയ്യാം, ബേക്കിംഗ് സോഡയാണ് ഇട്ടിരിക്കുന്നത്, ബേക്കിംഗ് പൗഡർ അല്ല. പിന്നെ നിങ്ങൾക്ക് ഏലക്കപ്പൊടിക്ക് പകരം വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്ക ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് പഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം നല്ല പഫി ആയിട്ട് ബീറ്റായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഒന്ന് അരിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് പകുതി ഒരു ഭാഗം മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പതിയെ വേണം മിക്സ് ആക്കാൻ. നമുക്കൊരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരേ ദിശയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. കട്ടയൊന്നും ഇല്ലാതെ ഫസ്റ്റ് ഇട്ട മൈദ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം എന്ത് ചെയ്യാം, ബാക്കിയുള്ളതിൽ നിന്ന് പകുതിയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ആക്കുക. അപ്പം നമ്മൾ ഒരുമിച്ചിടുന്ന സമയത്ത് ഇത് കട്ട പിടിച്ച് പോവുകയും മിക്സിങ് ഒന്നും കറക്റ്റായി കിട്ടില്ല. ഇതുപോലെ കുറേശ്ശെ ഇട്ട് മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നമ്മുടെ ബാറ്റർ ഏകദേശം നന്നായിട്ടുണ്ട്. ഒരു സ്പൂണും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാന്, കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ കുഴിയുള്ളൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു A4 ഷീറ്റോ വെക്കാം. A4 ഷീറ്റ് വെച്ച് എണ്ണ ഇങ്ങനെ തൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചട്ടിയുടെ ഒരു കറക്റ്റ് അളവ് കിട്ടും. ശേഷം നമുക്കിതിനകത്ത് നന്നായിട്ട് എന്ത് ചെയ്യാം, ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തായതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനൊരു സിസർ ഇതുപോലെ വെച്ചിട്ടാണ് എണ്ണ തൂത്ത് കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ സൈഡിലും കൂടെ എണ്ണ തൂത്ത് കൊടുക്കാം. കേക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൻ്റെ സൈഡിലും ഉള്ളിലെല്ലാം എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ബാറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഒട്ടും കട്ടയില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ ദിശയിലോട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് കംപ്ലീറ്റ് ഒന്ന് നമുക്ക് കളയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേണ്ടാത്ത ഏതെങ്കിലും ഒരു ചട്ടിയോ ഫ്രൈ പാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അടിയിൽ വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ എഗ്ഗ് ബാറ്റർ ഒഴിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പാൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 45 മിനിറ്റ്സ് കഴിയുന്നതിന് മാത്രം അടപ്പ് ഓപ്പൺ ആക്കുക. ശേഷം ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. ഈ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒട്ടും തന്നെ ഇതിമേ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കേക്ക് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം
കേക്ക് കുക്കായിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ തൊട്ട് നോക്കിയാലും ഡ്രൈ ആയിട്ടിരിക്കും, കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം ഇതിൻ്റെ അടിയിലുള്ള പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ചൂടോടെ ആകുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ആ ചൂടോടെ തന്നെ നമുക്കിതിൻ്റെ അടിയിലുള്ള പേപ്പർ എന്ത് ചെയ്യാം, നമുക്ക് ഫുള്ള് റിമൂവ് ചെയ്തെടുക്കാം. ഇതിന് ചുറ്റും എൻ്റെ കുട്ടി പട്ടാളങ്ങൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് കേക്ക് എന്ന് വെച്ചാൽ അവരുടെ ജീവനാണ്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴേ അവർ റെഡിയായി ചോദിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ചുറ്റും അവരിയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കേക്ക് തന്നെ അവർക്ക് കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് കണ്ടാൽ തന്നെ അറിയാം, അടിയിൽ കരിഞ്ഞിട്ടുമില്ല, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മാർബിൾ കേക്ക് അല്ലെങ്കിൽ സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് കിട്ടുമ്പോൾ സ്ക്വയർ ആയിട്ടല്ലേ കിട്ടുന്നത്, അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒരു ബോക്സിനകത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് എടുക്കാനും സുഖമാണ്, നമുക്ക് കഴിക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.